നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒതുക്കൽ നടപടികളും വിഭാഗീയതയും രൂക്ഷമാകുന്നതായി സൂചനകൾ. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടതിന് പിന്നാലെ CPI നേതാവ് പ്രകാശ് ബാബുവിന് വീണ്ടും അടുത്ത കടുംവെട്ട്. ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പ്രകാശ് ബാബുവിന് പകരം കേരള ഘടകം നിർദ്ദേശിച്ചത് ആനി രാജയെയാണ്. അതേസമയം സംസ്ഥാന ഘടകം ആരെയും നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് CPI നേതൃത്വത്തിൻ്റെ വിശദീകരണം. കാനം രാജേന്ദ്രന് ശേഷം പ്രകാശ് ബാബു ദേശീയ സെക്രട്ടേറിയറ്റിൽ എത്തുമെന്നായിരുന്നു പ്രതീക്ഷ. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം പ്രകാശ് ബാബുവിന് നഷ്ടപ്പെട്ടത് കപ്പിനും ചുണ്ടിനുമിടയിലാണ്. ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് ആനി രാജയെ എടുത്തത് സ്വാഭാവികമായ നടപടി എന്നാണ് പാർട്ടി നൽകുന്ന വിശദീകരണം. പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയതല്ലെന്നും ബിനോയ് വിശ്വം നേരത്തെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവ് എന്ന നിലയിലാണെന്നുമാണ് നേതൃത്വം പറയുന്നത്. സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം മാറിയതോടെ ആ ഒഴിവിലേക്ക് ദേശീയ തലത്തിൽ നിന്ന് ആനി രാജയെ ഉൾപ്പെടുത്തി. സംസ്ഥാന ഘടകം ആരെയും നിർദ്ദേശിച്ചിട്ടില്ല എന്നും പാർട്ടി വിശദീകരിക്കുന്നു. അതേസമയം തന്നെ ആരും ഒഴിവാക്കിയിട്ടില്ല എന്ന് പ്രകാശ് ബാബു പ്രതികരിച്ചു. ആനി രാജയ്ക്ക് അർഹതപ്പെട്ട സ്ഥാനമാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് ഐകകണ്ഠേനയാണ് ആനി രാജയെ സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുത്തത്. ആനി രാജയെ ദേശീയ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താൻ വിജയവാഡയിൽ നടന്ന പാർട്ടി കോൺഗ്രസിലാണ് തീരുമാനിച്ചത്. ഒഴിവ് വന്നപ്പോൾ അവരെ എടുത്തു. അതിനെ പൂർണ്ണമായി അനുകൂലിക്കുന്നു. ഇക്കാര്യത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഒന്നിൻ്റെയും പുറകെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പാർട്ടി അംഗമാണ്, അതേപോലെ തുടരുമെന്നുമാണ് പ്രകാശ് ബാബു പ്രതികരിച്ചത്. ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് ആനി രാജയെ എടുത്തത് സ്വാഭാവികമായ നടപടി എന്നാണ് CPI വിശദീകരണം നൽകിയത്. പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയതല്ല എന്നും ബിനോയ് വിശ്വം നേരത്തെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവ് എന്ന നിലയിലാണെന്നും നേതൃത്വം വിശദീകരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം മാറിയതോടെ ആ ഒഴിവിലേക്ക് ദേശീയ തലത്തിൽ നിന്ന് ആനി രാജയെ ഉൾപ്പെടുത്തി. സംസ്ഥാന ഘടകം ആരെയും നിർദ്ദേശിച്ചിട്ടില്ല. അതേസമയം തന്നെ ആരും ഒഴിവാക്കിയിട്ടില്ല എന്ന് പ്രകാശ് ബാബു ആവർത്തിക്കുന്നു. ആനി രാജയ്ക്ക് അർഹതപ്പെട്ട സ്ഥാനമാണ്. ഐകകണ്ഠേനയാണ് ആനി രാജയെ സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുത്തത്. വിജയവാഡയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ എടുത്ത തീരുമാനമാണ്. ഒഴിവ് വന്നപ്പോൾ അവരെ എടുത്തു. അതിനെ പൂർണ്ണമായി അനുകൂലിക്കുന്നു എന്നും പ്രകാശ് ബാബു പറഞ്ഞു. പാർട്ടി അംഗമായി തന്നെ തൻ്റെ പ്രവർത്തനങ്ങൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം PP സുനീറിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി നിർണയിച്ച തീരുമാനത്തെ മുൻ മന്ത്രി കൂടിയായ VS സുനിൽകുമാർ എതിർത്തിരുന്നു. പ്രകാശ് ബാബുവിന് രാജ്യസഭാ സീറ്റ് സ്ഥാനം നൽകണം എന്നുള്ള ചില ആവശ്യങ്ങൾ CPIയിൽ പലയിടത്തു നിന്ന് ഉയർന്നു വന്നിരുന്നു. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം PP സുനീറിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത്. PP സുനീർ ചെറുപ്പക്കാരനാണെന്നും അദ്ദേഹത്തിന് ഇനിയും സമയമുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് VS സുനിൽകുമാർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. ഇത്തരത്തിൽ CPIയിലും പലയിടത്തും വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നു, പലയിടത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ആരോപണമുണ്ട്. പക്ഷേ ഒരു പാർട്ടിയാകുമ്പോൾ അത്തരത്തിൽ അഭിപ്രായ ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇത്തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവുമൊക്കെ തന്നെ ഉണ്ടാകും എന്നാണ് CPI സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത്. പല ഭിന്നാഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഭൂരിപക്ഷം അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച ശേഷമാണ് പാർട്ടി പല തീരുമാനങ്ങളും എടുക്കുക. അത് എല്ലാ പാർട്ടികളിലും അങ്ങനെ തന്നെയാണ്. വിഭാഗീയതയോ ഭിന്നിപ്പോ ഒന്നും നേതാക്കളോ അല്ലെങ്കിൽ സംഘടനാ തലത്തിലോ ഇല്ല എന്ന കാര്യം കൂടിയാണ് CPI ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. സ്ഥാനമാനങ്ങൾ മോഹിച്ച് അതിൻ്റെ പിന്നാലെ പായുന്ന ആളുകളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെന്നും തീർച്ചയായിട്ടും പാർട്ടി തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരായും നേതാക്കളായും തന്നെ നിൽക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും എന്നാണ് സംസ്ഥാന നേതൃത്വം ഇതിനൊക്കെ നൽകുന്ന വിശദീകരണങ്ങൾ.